കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം മക്കളെ, ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുതരാം. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പം നമ്മൾ ഓടുകയാണെങ്കിൽ നമ്മുടെ മോഷൻ, നമ്മുടെ വെലോസിറ്റി, നമ്മുടെ സ്പീഡ്, നമ്മുടെ ആക്സിലറേഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നത് കൈനറ്റിക്സ് എന്ന് പറയുന്ന ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ചിന്റെ താഴെയാണ് നമ്മളതെല്ലാം പഠിക്കുന്നത്. അതേപോലെ തന്നെ മോളിക്കുലാർ ലെവലിൽ നടക്കുന്ന ഒരു റിയാക്ഷൻ നമുക്കറിയാലോ. ഇപ്പം ഒരു ഹൈഡ്രജനും ഓക്സിജനോട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ റിയാക്ഷൻ നടന്നിട്ടാണ് വാട്ടർ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാകുന്നത്. അപ്പൊ ആ മോളിക്കുലാർ ലെവലിൽ നടക്കുന്ന മൂവ്മെന്റുകളെ പറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നത്. അതായത് മോളിക്കുലാർ ലെവലിൽ ഈ മോളിക്യൂൾസ് തമ്മിൽ ഇടിച്ചാണ് റിയാക്ഷൻ ഉണ്ടാകുന്നത് എന്നുള്ളത് ഇനി നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാനം പഠിക്കും. അതായത് മോളിക്യൂൾസ് തമ്മിൽ ഇടിച്ചാൽ മാത്രമേ റിയാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ H2ഉം O2ഉം ആഡ് ചെയ്യുമ്പോൾ വാട്ടർ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ H2ന്റെ മോളിക്യൂളും O2ന്റെ മോളിക്യൂളും തമ്മിൽ ഇടിച്ചിട്ടാണ് മോളിക്യൂൾസ് ഉണ്ടാകുന്നത്. കൊളീഷൻ തിയറി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ നമുക്ക് അത് പഠിക്കാനുണ്ട്. അപ്പം സിംപ്ലി പറയുകയാണെങ്കിൽ ഇതൊരു മൂവ്മെന്റ് ആണ്. അതുകൊണ്ടാണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന പേര് വരാൻ കാരണം. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലാർ ലെവലിൽ നടക്കുന്ന, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, മോളിക്കുലാർ ലെവലിൽ നടക്കുന്ന മൂവ്മെന്റുകളെ, റിയാക്ഷൻ നടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊളീഷന്റെ ഭാഗമായിട്ടും മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുമാണ്. അപ്പൊ അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓടുന്ന സമയത്ത് നമുക്ക് സ്പീഡും ആക്സിലറേഷനും ഒക്കെ ഉള്ള പോലെ തന്നെ ഈ റിയാക്ഷനും ഒരു സ്പീഡ് ഉണ്ട്. അതിന് നമ്മൾ റേറ്റ് എന്നാ പറയാ. റേറ്റ് എന്ന് പറയുമ്പോൾ വിലയല്ല, റേറ്റ് മീൻസ് സ്പീഡ്. അപ്പം ആ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ഇതിനകത്തെ കൺസെപ്റ്റ്. റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, വെലോസിറ്റി ഓഫ് എ റിയാക്ഷൻ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് റിയാക്ഷൻ എന്നൊക്കെ നിങ്ങൾക്ക് സങ്കല്പിക്കാം. ഓക്കെ. അപ്പോൾ ഒരു റിയാക്ഷൻ നമുക്കറിയാലോ, ഒരു റിയാക്ഷൻ ഇപ്പൊ നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന സംഭവം ആഡ് ചെയ്യുന്നു. റിയാക്ഷൻ നടക്കുന്ന സമയത്ത് കാറ്റലിസ്റ്റ് എന്തിനാ ആഡ് ചെയ്യുന്നത്? ആ റിയാക്ഷൻ പെട്ടെന്ന് നടക്കാൻ വേണ്ടി. അപ്പൊ കാറ്റലിസ്റ്റ് ഒരു പ്രൊമോട്ടർ ആയിട്ട് അവിടെ ആക്ട് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ ആ കാറ്റലിസ്റ്റ് ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ആ റിയാക്ഷൻ ചിലപ്പം ഒരു 2 മണിക്കൂറും കൊണ്ടായിരിക്കും നടക്കുന്നത്. കാറ്റലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അരമണിക്കൂറും കൊണ്ട് നടക്കും. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? റിയാക്ഷന്റെ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഓരോ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്ക് റിയാക്ഷന്റെ സ്പീഡ് കൂടാം, ഇല്ലേ? ശരിയല്ലേ? ടെമ്പറേച്ചർ കൂടുമ്പോൾ ചില റിയാക്ഷന്റെ സ്പീഡ് കൂടാം, ചില റിയാക്ഷന്റെ സ്പീഡ് കുറയാം. എൻഡോതെർമിക്, എക്സോതെർമിക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് കാറ്റലിസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് ഓരോ ഫാക്ടേഴ്സ് നമുക്ക് റിയാക്ഷനെ അഫക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റിയാക്ഷന്റെ സ്പീഡിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ റിയാക്ഷന്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ ഈ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് കൊണ്ടാണ് സ്പീഡ് ഉണ്ടാകുന്നത്, മോളിക്യൂൾസിന്റെ കൊളീഷൻ കൊണ്ടാണ് സ്പീഡ് ഉണ്ടാകുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ റേറ്റ് എന്ന് പറയുന്നത്. അപ്പം കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മോളിക്കുലാർ ലെവലിൽ നടക്കുന്ന മൂവ്മെന്റുകളെയൊക്കെ പറ്റി പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മോളിക്യൂൾസിന്റെ റേറ്റ് ആണ്, അതായത് സ്പീഡാണ്. ഒരു റിയാക്ഷന്റെ സ്പീഡാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഓക്കെ ആണോ? ഇൻട്രൊഡക്ഷൻ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ഒന്ന് ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. നോക്കൂ. അപ്പം ഇനി ഫസ്റ്റ് ഹെഡിങ് എഴുതിക്കോ, റേറ്റ് ഓഫ് റിയാക്ഷൻ. റേറ്റ് ഓഫ് റിയാക്ഷൻ. ബ്രാക്കറ്റിൽ സ്പീഡ് ഓഫ് റിയാക്ഷൻ എഴുതാം. സ്പീഡ് ഓഫ് റിയാക്ഷൻ. ഈ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കും? ഈ റിയാക്ഷന്റെ സ്പീഡ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കും? നിങ്ങളുടെ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞാൽ ആദിത്യ ഒന്ന് പറഞ്ഞേടാ. ആദിത്യ ഒന്ന് പറഞ്ഞേ, ഈ റിയാക്ഷൻ സ്പീഡിലാണോ പതുക്കെയാണോ നടക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ആദിത്യ അറിയത്തില്ല. ഓക്കെ. ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചോണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്. കുഴപ്പമില്ല. അതായത് നമുക്കറിയാം, ഒരു റിയാക്ഷൻ കംപ്ലീഷനിലേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ റിയാക്റ്റന്റിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും, പ്രൊഡക്റ്റിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. അതാണ് സാധാരണ ഒരു റിയാക്ഷൻ നടന്നു എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ റിയാക്റ്റന്റുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് പ്രൊഡക്റ്റുകൾ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ റിയാക്റ്റന്റിന്റെ അളവുകൾ കുറഞ്ഞു വരികയും പ്രൊഡക്റ്റിന്റെ അളവ് കൂടിയും വരുന്നതിനെയാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ എത്രത്തോളം വേഗതയിൽ ഈ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നു, എത്രത്തോളം വേഗതയിൽ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു എന്നതാണ് റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പീഡ്. അങ്ങനെയല്ലേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആണോ ആദിത്യ? അല്ലാതെ അവിടെ പോയിട്ട് സ്പീഡ് ഈസിക്കൽ ഡിസ്റ്റൻസ് ബൈ ടൈം, മോളിക്കൂൾ എത്ര മൂവ് ചെയ്ത് അങ്ങനെ വെച്ചിട്ട് പറ്റുമോ? ഇല്ല.
അതായത് ഈ നമ്മൾ എടുത്തിരിക്കുന്ന റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ എത്രത്തോളം കുറയുന്നു. കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ഇവിടെ കുറയുന്നത് അപ്പുറത്ത് കൂടും. മനസ്സിലായോ? ഇവിടെ എത്രത്തോളം വേഗതയിൽ കുറയുന്നു, അപ്പൊ അപ്പുറത്തെ അത്രത്തോളം വേഗതയിൽ കൂടും. ഓക്കെ, കാറ്റലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നോർമലി റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നതിനെക്കാട്ടിലും കൂടുതൽ വേഗതയിൽ എന്ത് ചെയ്യും? ആ കാറ്റലിസ്റ്റ് ഇടുമ്പോൾ റിയാക്ഷന്റെ കോൺസെൻട്രേഷൻ കുറയും. അപ്പുറത്തും അതുപോലെ തന്നെ നോർമലി പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനേക്കാളും കുറെ കൂടെ വേഗതയിൽ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടും എന്നുള്ളതാണ്, പെട്ടെന്ന് കൂടും എന്നുള്ളതാണ്. അപ്പം കോൺസെൻട്രേഷന്റെ അടിസ്ഥാനത്തിലാണ് ഒരു റിയാക്ഷന്റെ റേറ്റ് അല്ലെങ്കിൽ സ്പീഡ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ? അതാണ് നമ്മൾ ഈ സ്പീഡ് റേറ്റ് ഓഫ് റിയാക്ഷൻ നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. അപ്പം അത് എഴുതിക്കോളൂ. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് concentration of any species അല്ലെങ്കിൽ റിയാക്ടറിന്റെ പ്രൊഡക്റ്റ് എന്ത് വേണം ആഡ് ചെയ്യണ്ട, ഞാൻ ജനറലി ഞാൻ എഴുതി any species taking part in a chemical reaction with time is known as rate of reaction. അതായത് rate of change in concentration എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ടൈം എന്നാണ് അർത്ഥം. റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഫിസിക്സിൽ റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. ഇപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്, v മൈനസ് u ബൈ ടി ആണ്. അപ്പൊ റേറ്റ് എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ ടൈം എന്നാണ്. അപ്പം കോൺസെൻട്രേഷനും അതുപോലെ തന്നെയാണ്. കോൺസെൻട്രേഷൻ ടൈമിനനുസരിച്ചാണ് കുറയുന്നത് റിയാക്റ്റന്റിന്റെ, അതേസമയം കോൺസെൻട്രേഷൻ ടൈമിനനുസരിച്ച് കൂടുന്നു പ്രൊഡക്റ്റിന്റെ. ഓക്കെ ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഇങ്ങനെ എഴുതാം ലെറ്റ് ആർ ബി എ റിയാക്റ്റന്റ് ആണ് പി ബി എ പ്രൊഡക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഫോർ എ റിയാക്ഷൻ ആർ gives P, റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു. അതിന്റെ റേറ്റ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത് അറിയാമോ? റേറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഓർ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ടൈം എന്നായിരിക്കും. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റേറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷനെ നമുക്ക് ഡെൽറ്റ സി എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഈ ഡെൽറ്റ സി എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ എന്നുള്ള കാര്യം ആലോചിച്ചേക്കണം കേട്ടോ. ഇനി ഇതിന്റെ യൂണിറ്റ് പറയുവാണെങ്കിൽ, റേറ്റിന്റെ യൂണിറ്റ് പറയുകയാണെങ്കിൽ കോൺസെൻട്രേഷനെ നമ്മൾ പറഞ്ഞു സൊല്യൂഷനകത്ത് പറഞ്ഞു കോൺസെൻട്രേഷൻ നമുക്ക് മൊളാരിറ്റിയിൽ പറയാം, മോൾ ഫ്രാക്ഷനിൽ പറയാം ഇല്ലേ? നമ്മളിവിടെ മൊളാരിറ്റിയിലാണ് പറയുന്നത്. അപ്പോൾ മൊളാരിറ്റിയുടെ യൂണിറ്റ് മോൾസ് പെർ ലിറ്റർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് മോൾ പെർ ലിറ്റർ ഡിവൈഡ് ബൈ താഴെ സെക്കൻഡ് ആണ്, ശരിയല്ലേ? ടൈമിൻ്റെ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ നമുക്ക് മോൾ ലിറ്റർ റേസ്റ്റ് -1 സെക്കൻഡ് റേസ്റ്റ് -1. ഇതായിരിക്കും നമ്മുടെ റേറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇവിടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻ വരുന്ന സാധനങ്ങളൊക്കെ ഈ ഭാഗത്ത് ഞാൻ പഠിപ്പിക്കാൻ പോവാണ്. ഒത്തിരി കൺഫ്യൂഷൻ വരും, അത് നിങ്ങൾ പഠിക്കണം. തൽക്കാലം നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? നമ്മൾ റേറ്റ് ആണ് പഠിക്കുന്നത്. അതായത് ഈ ചാപ്റ്ററിനകത്ത് കെമിക്കൽ കൈനറ്റിക്സിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയാക്ഷന്റെ സ്പീഡിനെ പറ്റിയാണ്. റിയാക്ഷന്റെ സ്പീഡിനെ നമ്മൾ അടിസ്ഥാനമാക്കി പഠിക്കാൻ പോകുന്നത് അതിന്റെ കോൺസെൻട്രേഷൻ വെച്ചിട്ടാണ്. എത്ര വേഗതയിൽ ഒരു റിയാക്ഷൻ നടന്നു നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ റിയാക്റ്റിന്റെ കോൺസെൻട്രേഷൻ ടൈമിനനുസരിച്ച് എത്രത്തോളം വേഗതയിൽ കുറയുന്നെന്നും അതിന്റെ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ടൈമിനനുസരിച്ച് എത്രത്തോളം കൂടുന്നെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതാണ് അതിന്റെ സ്പീഡ്, അതാണ് അതിന്റെ റേറ്റ്. ഓക്കെ ആണല്ലോ? ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നോക്കിക്കോ. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ റിയാക്റ്റന്റ് ഗേഷ്യസ് ആണെങ്കിൽ ഈ യൂണിറ്റ് അതും കൂടെ ഒന്ന് എഴുതിയേക്ക്. ഒരു പ്രാവശ്യം 1 മാർക്കിന് ചോദിച്ചതാണ്. ഇഫ് റിയാക്റ്റന്റ് ആൻഡ് പ്രൊഡക്റ്റ്
product are in gaseous form, യൂണിറ്റ് എന്ന് പറയുന്നത് ATM by second എന്നാണ്. നമ്മൾ മറ്റേ മോൾസ് പെർ ലിറ്റർ ഡിവൈഡ് ബൈ മോൾസ് പെർ ലിറ്റർ ബൈ സെക്കൻഡ് എന്നാണ് നമ്മൾ എഴുതിയത്. അതിന് പകരം മറ്റേ ഗേഷ്യസ് ആകുമ്പോൾ പ്രഷറിന്റെ ടൈമിലോട്ട് മാറുമല്ലോ, അതാണ് പ്രഷറിന്റെ യൂണിറ്റ് ആണ് ATM, അറ്റ്മോസ്ഫിയർ. അപ്പം ATM by സെക്കൻഡ് ഉള്ള കാര്യം ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ഞാൻ ഒരു ഡോട്ട് ഇട്ട് എഴുതിക്കും. അറ്റ് ടൈം T1 let R1 be the concentration of reactant and R2 be the concentration of product. അതായത് T1 എന്ന് പറയുന്ന ടൈമിൽ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ R1 ആണ്, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ P1 ആണ്. ഇത് P1 എന്നാണ്, R2 എന്നല്ല, P1. At time T1 R1 be the concentration of reactant and P1 be the concentration of product. ഓക്കെ ആണല്ലോ. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞു, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ അതും കൂടെ എഴുതിയിട്ട് പറയാം. As the time changes to T2 let R2 be അല്ലെങ്കിൽ concentration of reactant become R2. Also concentration of product become P2. ഓക്കെ, അതായത് T1 എന്ന് പറഞ്ഞ ടൈമിൽ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ R1 ആയിരുന്നു, പ്രൊഡക്റ്റ് P1 ആണ്. T2 ആയപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്തു, R2 ആയിട്ട്, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്തിട്ട് P2 ആയി. ഓക്കെ, ഞാൻ ഇത് അഭിരാമിനോട് ചോദിക്കുകയാണ്. അഭിരാമെ, ഇതിനകത്ത് ഏത് ടൈമാണ് വലിയ ടൈം? T2. ഓക്കെ, ഏത് കോൺസെൻട്രേഷൻ, റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ ഏതാ കൂടുതൽ, R1 ആണോ R2 ആണോ? R1. ഓക്കെ, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഏതായിരിക്കും കൂടുതൽ? P2. വെരി ഗുഡ്. അതായത് നമ്മൾ പറയാണ്, നമ്മൾ T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 10 മണിക്ക് ഒരു റിയാക്ഷൻ നടത്തുകയാണ്. ഇതൊന്നും എഴുതരുതേ, ജസ്റ്റ് പറഞ്ഞാൽ T1 എന്ന് പറഞ്ഞാൽ ഞാൻ 10 ആയിട്ട് എടുത്തു. 10 മണിക്ക് ഞാനൊരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 10 മണിക്ക് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പം ഈ റിയാക്റ്റന്റ്, ഞാൻ ഏതോ ഒരു റിയാക്റ്റന്റ് എടുത്തിരിക്കുകയാണ്. ആ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, അപ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മോളാർ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന്റെ പ്രൊഡക്റ്റ് ഉണ്ടാകാൻ തുടങ്ങിയുള്ളൂ 1 മോളാർ ആണെന്ന് വിചാരിച്ചു. എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും 11 മണിയായെന്ന് വിചാരിച്ചു, അതാണ് T2. അപ്പോൾ 11 മണിയായപ്പോൾ ഈ 5 മോളാർ ഇതിന്റെ കോൺസെൻട്രേഷൻ കുറയുമല്ലേ, റിയാക്റ്റന്റ് റിയാക്ട് ചെയ്ത് തീർന്നുകൊണ്ടിരിക്കുക, അതിന്റെ കോൺസെൻട്രേഷൻ ഒരു 2 മോളാർ ആയെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പുറത്ത് എന്തായിട്ട് മാറും, ഇപ്പുറത്തൊരു 3 മോളാർ ആയെന്ന് വിചാരിച്ചു. കേട്ടോ, അപ്പം ഇവിടെ എന്താ സംഭവിച്ചത്? അപ്പോൾ ഇവിടെ ഏതാ കൂടുതൽ? R1 ആണ് കൂടുതൽ R2-നേക്കാട്ടും. അതേപോലെ P2 ആണ് കൂടുതൽ P1-നേക്കാട്ടും. ശരിയല്ലേ? അപ്പം അത് ആ ഒരു ബോധം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലാക്കിക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് അടുത്തൊരു ഡോട്ട് ഇട്ടിട്ട് T1 ഈസ് ലെസ് ദാൻ T2. ശരിയല്ലേ? T1 ലെസ് ദാൻ T2 ആണല്ലോ. അതേപോലെ തന്നെ R1 ഗ്രേറ്റർ ദാൻ R2 ആണ്. അതേപോലെ തന്നെ P1 ലെസ് ദാൻ P2 ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ therefore ചേഞ്ച് ഇൻ ടൈമിന്റെ ചേഞ്ചിനെ എങ്ങനെ കണ്ടുപിടിക്കാം? ചേഞ്ച് ഇൻ ടൈം ഡെൽറ്റ ടി ആണ്. ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ കൂടിയ ടൈം മൈനസ് കുറഞ്ഞ ടൈമാണ്. കൂടിയ ടൈം എന്ന് പറഞ്ഞാൽ ഫൈനൽ ടൈം ഏതാണ്? ഫൈനൽ മൈനസ് ഇനിഷ്യൽ എന്ന് പറഞ്ഞ രീതിയിലാണ് എടുക്കുന്നത്. ഫൈനൽ T2 മൈനസ് T1 ആണ്. അതേപോലെ തന്നെ ചേഞ്ച് ഇൻ
കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് എന്തായിരിക്കും? റിയാക്റ്റന്റ് ഫൈനൽ മൈനസ് ഇനിഷ്യൽ ആണ്. അതിനെ നമ്മൾ ഡെൽറ്റ ആർ എന്ന് എടുക്കാം. ഫൈനൽ എന്താ? ഫൈനൽ R2 ആണ്. R2 മൈനസ് എന്താ? R1 ആണ്. ആണല്ലോ? ആണ്. അതേപോലെ തന്നെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് അതിനെ നമുക്ക് ഡെൽറ്റ പി എന്ന് എടുക്കാം. ഡെൽറ്റ പി ഈസിക്കൽ എന്തായിരിക്കും? ഫൈനൽ മൈനസ് ഇനിഷ്യൽ. ഫൈനൽ എന്താ? P2 മൈനസ് P1 തന്നെയാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പം നമുക്ക് ഈ റേറ്റ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റിന്റെ ടേംസിൽ മാത്രം എഴുതാം, പ്രൊഡക്റ്റിന്റെ ടേമിൽ മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ എഴുതാനായിട്ട് പറ്റും. അപ്പം അടുത്ത ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതിക്കോളൂ. അടുത്ത ഡോട്ട് എഴുതേണ്ടത് റേറ്റ് ഓഫ് റിയാക്ഷൻ in terms of reactant എങ്ങനെ എഴുതുന്നതെന്ന് അറിയാമോ? റേറ്റ് ഈസ് ഈക്വൽ ടു decrease in concentration of reactant divided by time ആണ്. ചേഞ്ച് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് അത് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ആർ തന്നെ ഇങ്ങനെ ഇടണം, ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, എന്നിട്ട് ഒരു മൈനസും കൂടെ വിട്ടിരിക്കണം. അത് എന്തിനാണെന്നറിയാമോ? അത് ഡിക്രീസിങ് ആണ് കാണിക്കാൻ വേണ്ടി. റേറ്റ് ഒരിക്കലും നെഗറ്റീവ് വരില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ ഈ ഡെൽറ്റ ആർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? ഫൈനൽ മൈനസ് ഇനിഷ്യൽ ആണ്. അതായത് ഫൈനൽ R2 മൈനസ് ഇനിഷ്യൽ R1 ആണ്, ഇല്ലേ? അപ്പൊ നോക്കി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ R2 ചെറിയ വാല്യൂ, R1 വലിയ വാല്യൂ. അപ്പൊ R2 മൈനസ് R1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവ് ആണ് കിട്ടുന്നത്. ആ നെഗറ്റീവും ഈ വെളിയിലുള്ള നെഗറ്റീവും കൂടെ ചേർന്ന് പോസിറ്റീവ് ആകാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അത് ലോജിക്ക്. മറ്റേ എന്താ? ഡിക്രീസ് കാണിക്കാൻ വേണ്ടിയാണ് ആ നെഗറ്റീവ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് മറ്റേ ഒരു ലോജിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? അത് എന്തുകൊണ്ടാണ് നെഗറ്റീവ് ഇട്ടിരിക്കുന്നത്? രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഒന്ന്, ആ 10 മണിക്കുള്ള റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷനെക്കാട്ടിലും കോൺസെൻട്രേഷൻ കുറഞ്ഞു 11 മണിയായപ്പോൾ. ആ കുറവ് കാണിക്കാൻ വേണ്ടിയാണ് നെഗറ്റീവ് ഇട്ടിരിക്കുന്നത്. രണ്ടാമത്തെ എന്താ? ഡെൽറ്റ ആർ എന്ന് പറയുമ്പോൾ R2 മൈനസ് R1. R2 എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ കുറഞ്ഞ വാല്യൂ ആണ്, ശരിയല്ലേ? അപ്പൊ കുറഞ്ഞ വാല്യൂ മൈനസ് കൂടിയ വാല്യൂ R2 മൈനസ് R1 ചെയ്യുമ്പോൾ ആ ഡെൽറ്റ ആറിന്റെ വാല്യൂ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് ആ നെഗറ്റീവും ഈ നെഗറ്റീവും കൂടെ ചേർന്നിട്ട് പോസിറ്റീവ് ആക്കും. റേറ്റ് എപ്പോഴും പോസിറ്റീവ് ആയിട്ടായിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അതിനു വേണ്ടിയാണ് നമ്മളത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ ഓർത്തോണം. ഇനിയും വേണമെങ്കിൽ ഇങ്ങനെ എഴുതുക. എന്താണ്? നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് കോൺസെൻട്രേഷൻ ഈസ് ഡിക്രീസിങ്. ഓക്കെ, അത് ഓൾറെഡി നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ടല്ലോ. അതിനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ? ഇനി റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് പ്രോഡക്റ്റ്. അടുത്ത ഡോട്ട് എഴുതിയോ? റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് പ്രോഡക്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ റേറ്റ് ഈസ് ഈക്വൽ നമുക്ക് ഇങ്ങനെ എഴുതാം. റേറ്റ് ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ എന്താ? ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ്. അല്ല, ചേഞ്ച് ഇൻ ടൈം ആണ്. ചേഞ്ച് ഇൻ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേറ്റ് ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ക്വയർ ബ്രാക്കറ്റിൽ പി എഴുതണം. ഇൻക്രീസ് ആയതുകൊണ്ട് തന്നെ ഡെൽറ്റ ചേഞ്ച് ആണ്, പിന്നെ പോസിറ്റീവ് കൂടെ എഴുതണം, ഡിവൈഡഡ് ബൈ എന്താ? ഡെൽറ്റ ടി. ഇതായിരിക്കും പോസിറ്റീവ് സൈൻ എന്ന് പറയുമ്പോൾ അവിടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇവിടെ P2 മൈനസ് P1 ഫൈനൽ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ആണ്. P2 വലിയ വാല്യൂ ആണ്, P1 ആണ് ചെറിയ വാല്യൂ. അപ്പൊ ഇത് ഓൾറെഡി ഒരു പോസിറ്റീവ് ആണ്. ഈ പോസിറ്റീവ് തന്നെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടൊന്ന് ഓർത്ത് വെച്ചേക്കണം.
ഓക്കെ, എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതിലേക്ക് പോവാണ്. ടൈപ്സ് ഓഫ് റേറ്റ്. ടൈപ്സ് ഓഫ് റേറ്റ് ഹെഡിങ് എഴുതുക. ടൈപ്സ് ഓഫ് റേറ്റ്. ടൈപ്സ് ഓഫ് അതിൽ ഒന്നെന്ന് പറയുന്നത് ആവറേജ് റേറ്റ് ആണ്. ആവറേജ് റേറ്റ്. ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ആർ ആവറേജ് എന്ന് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ സ്മോൾ ലെറ്ററിൽ ആർ ആവറേജ് എന്ന് ഇങ്ങനെ എഴുതാം. എങ്ങനെ വേണേ എഴുതാം കേട്ടോ. ആർ ആവറേജ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, അതായത് നെഗറ്റീവ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി, ഓക്കെ, ഈക്വൽ ടു പോസിറ്റീവ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് പി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. അപ്പൊ നിങ്ങൾ ചോദിക്കും അതെങ്ങനെ രണ്ടിന്റെ റേറ്റ് ഈക്വൽ ആകുന്നതെന്ന്. അതായത് എപ്പോഴും ആലോചിച്ചോണം, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടും. അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി രണ്ടാമത്തേത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ആർ ഇൻസ്റ്റന്റേനിയസ് എന്നാണ് എഴുതുന്നത്. ഈസിക്കൽ എന്താണെന്നറിയോ, നെഗറ്റീവ് ഡെൽറ്റ മാറ്റിയിട്ട് ഡി ആക്കിയാൽ മതി. ഈ ഡെൽറ്റയും ഡിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് അറിയോ, ഡെൽറ്റ എന്ന് പറയുമ്പോൾ സ്മോൾ ചേഞ്ച്, ഡി എന്ന് പറയുമ്പോൾ വെരി സ്മോൾ ചേഞ്ച് ആണ്. നമുക്കറിയാലോ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ആ ചേഞ്ച് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല, മനസ്സിലായോ, വളരെ നേരിയ ചേഞ്ച് ആണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പൊ അതാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് എടുക്കുന്നത്. അപ്പം ഡെൽറ്റ നെഗറ്റീവ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡ് ബൈ ഡി ടി, ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു പോസിറ്റീവ് ഡി കോൺസെൻട്രേഷൻ ഓഫ് പി ഡിവൈഡ് ബൈ എന്താ ഡി ടി. ഇതായിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ ഒക്കെ ഒന്ന് എഴുതി നോക്കാം, അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ചാപ്റ്ററായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഒരു എക്സാമ്പിൾ എഴുതാം, നോക്കിക്കോളൂ. ഒരു എക്സാമ്പിൾ എഴുതാം. എക്സാമ്പിൾ ഞാനൊരു റിയാക്ഷൻ തരികയാണ്. HG മെർക്കുറി പ്ലസ് Cl2 ഗീവ്സ് എന്താ HgCl2. ഓക്കെ, ഇത് പഠിപ്പിച്ച ആരുണ്ട്, നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ച ആരുണ്ട്? അലോണ ജോർജ് ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? അറിയാമോ ഇതിന്റെ റേറ്റ് ഇക്വേഷൻ പറയാൻ അറിയാമോ? അലോണ ഉണ്ടോ? അലോണ ജോർജ്. അലോണ കേൾക്കാമോ? ഇതിന്റെ റേറ്റ് ഇക്വേഷൻ പറയാൻ പറ്റുമോ? ഇല്ല സാർ, അറിയില്ല. ഓക്കെ, അറിയത്തില്ല. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇവിടെ രണ്ട് റിയാക്റ്റന്റ് ഉണ്ട്. അപ്പൊ രണ്ട് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷനും കുറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കാണിക്കണം, എന്താ ഇത് ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസും എഴുതാൻ കേട്ടോ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു എക്സാമ്പിൾ എഴുതിയിട്ട് ആവറേജ് റേറ്റിന്റെ കാണിക്കാം, മറ്റേ എക്സാമ്പിൾ എഴുതി ഇൻസ്റ്റന്റേനിയസ്. ഒന്നും ഇല്ലടേ, എന്താണ് ഡി ഇട്ടിട്ട് എഴുതുക, മറ്റേ ഡെൽറ്റ ഇട്ടിട്ട് എഴുതുക, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നും അതിനകത്തില്ല. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, ആർ ആവറേജ് ഈസ് ഈക്വൽ ടു, നമ്മൾ എങ്ങനെ എഴുതുന്നത് അറിയോ, നെഗറ്റീവ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് HG, കണ്ടോ, കോൺസെൻട്രേഷൻ സ്ക്വയർ ബ്രാക്കറ്റിൽ തന്നെ കാണിക്കണം, ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ, ഒരിക്കലും പ്ലസ് നെഗറ്റീവ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് Cl2 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതരുത്. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ നടുക്ക് പ്ലസ് ഇട്ട് എഴുതരുത്. അതല്ല, ഇതിന്റെ രണ്ടിന്റെയും കൂടെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷന്റെ സം അല്ല ഈ പ്രോഡക്റ്റിന്റെ ആവുന്നത്. ഇതിനകത്ത് ഈച്ച് ആൻഡ് എവരി സ്പീഷ്യസിന്റെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷനും ഈക്വൽ ആയിരിക്കും. അത് പ്ലസ് ഇട്ടോ മൈനസ് അങ്ങനൊന്നും ഇല്ല. ഓക്കെ ആണല്ലോ. അപ്പൊ ദിസ് വിൽ ബി ഈക്വൽ ടു നെഗറ്റീവ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് Cl2 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ദാറ്റ് ഓൾസോ വിൽ ബി ഈക്വൽ ടു എന്താണ്, പോസിറ്റീവ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് HgCl2 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഒരിക്കലും എത്ര ഇപ്പം ഇവിടെ രണ്ട് പ്രോഡക്റ്റ് വന്നാലും പ്ലസ് ഇട്ടിട്ട് എഴുതി വെക്കരുത്. എല്ലാത്തിന്റെയും ഓരോ ആൾക്കാരുടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്നതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി ഈ മൈനസ് ഇട്ട് എഴുതുന്ന സമയത്ത് അതിനെ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ പറയുന്നതിന് പകരം ചിലപ്പം റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കാരണം റിയാക്റ്റന്റ് ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേന്ന് പറയുമ്പോഴത്തേക്കും പ്രൊഡക്റ്റ് അപ്പിയർ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ റേറ്റ് ഓഫ് അപ്പിയറൻസ് എന്നായിരിക്കും. ഡിക്രീസ് ഇൻക്രീസ് എന്ന് പറയുന്ന ടേംസ് ഉപയോഗിക്കുന്നതിന് പകരം ഡിസപ്പിയറൻസ് അപ്പിയറൻസ് എന്നായിരിക്കും ഉപയോഗിക്കുന്നത്. രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ ആണല്ലോ. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി വേണമെങ്കിൽ ഇതിന്റെ ആർ ഇൻസ്റ്റന്റേനിയസ് ഇതിൽ എഴുതണമെങ്കിൽ എന്താ, ആർ ഇൻസ്റ്റന്റേനിയസ് ഇതിൽ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, നെഗറ്റീവ് എന്താ
d concentration of Hg divided by dt that will be is equal to negative negative d concentration of Cl2 divided by dt that will be is equal to positive d concentration of HgCl2 divided by ക്ലിയർ ആണോ? ഞാൻ അടുത്തൊരു എക്സാമ്പിൾ തരാം, നോക്കിയോ. അടുത്തൊരു എക്സാമ്പിൾ, ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അടുത്തൊരു എക്സാമ്പിൾ തരാം. N2 plus 3H2 gives 2NH3. ഇതിന്റെ റേറ്റ് ഞാൻ അലോണയോട് തന്നെ ചോദിക്കാം. അലോണ ഇപ്പൊ നമ്മൾ എഴുതിയില്ലേ? അലോണ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് ഇതിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പറഞ്ഞു, എനിക്ക് R ആവറേജ് കിട്ടിയാൽ മതി. R ആവറേജിന്റെ ഇക്വേഷൻ കിട്ടിയാൽ മതി. എങ്ങനെ എഴുതാം? മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് n എന്നാണ് എഴുതുന്നതോ N2 N2 by delta t പറഞ്ഞോ, കറക്റ്റാ പറഞ്ഞോ. മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് H2 ഈക്വൽ ടു ആണോ പ്ലസ് ആണോ മൈനസ് ആണോ എന്തോ? ഈക്വൽ ടു ആണോ? ഈക്വൽ ടു മൈനസ് H2 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് H2 by delta t raised delta t equal to concentration of delta concentration of NH3 by delta t. Okay. അപ്പോൾ പോസിറ്റീവ് ഇടണ്ടേ ഇവിടെ? yes sir. Okay. അപ്പം ഇതാണ് എല്ലാവരും നിങ്ങളിപ്പോൾ പഠിച്ച ആൾക്കാരുടെ മനസ്സിൽ ഇതാണ് ആൻസർ എന്ന് എനിക്കറിയാം. അതായത് സ്കൂളിൽ ഇത് പഠിപ്പിച്ചിട്ട് മനസ്സിലായ ആൾക്കാരല്ല പറയുന്നത്. ഇത് ആദ്യമായിട്ട് പഠിക്കുന്നവരും സ്കൂളിൽ പഠിപ്പിച്ചിട്ട് വ്യക്തമായിട്ട് പഠിക്കാത്തവരും മനസ്സിലാക്കാത്തവർക്കും ഇതാണ് ആൻസർ. എന്നാൽ ഈ ആൻസർ തെറ്റാണ്. അതെന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഓരോ ഇൻഡിവിജ്വൽ ആൾക്കാരുടെ റേറ്റ് ഈക്വൽ ആവണമെങ്കിൽ അതിന്റെ 1 മോളിക്യൂളിന്റെ റേറ്റ് മാത്രമേ ഈക്വൽ ആകത്തുള്ളൂ. ഇവിടെ നോക്കിയേ, N2 1 മോളിക്യൂളാ. അപ്പൊ N2ന്റെ 1 മോളിക്യൂളിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറയുന്നതിന്റെ സ്പീഡ് ഒരിക്കലും ഹൈഡ്രജന്റെ 3 മോളിക്യൂളിന്റെ കുറയുന്ന സ്പീഡുമായിട്ട് ഈക്വൽ ആകത്തില്ല. അപ്പൊ ഹൈഡ്രജനെ 1 മോളിക്യൂളിന്റെ ഇതാക്കണം. അതേപോലെ അതൊരിക്കലും NH3 2 മോളിക്യൂളാണ്, അതൊരിക്കലും അമോണിയയുടെ 2 മോളിക്യൂളിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിന്റെ റേറ്റുമായിട്ട് ഈക്വൽ ആകത്തില്ല. നമുക്ക് ഇതിനെല്ലാം 1ലോട്ട് മാറ്റണം. മാറ്റണം എന്ത് ചെയ്യണം എന്നറിയാമോ? എല്ലാത്തിനെയും അതിന്റെ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ 1 ആണ്, 1 എഴുതി, ഇവിടെ ഡിവൈഡ് ബൈ 3, ഇവിടെ ഡിവൈഡ് ബൈ 2. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇങ്ങനെയാണ് വരുന്നത്. നെഗറ്റീവ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് N2 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. 1 ആയതുകൊണ്ടൊന്നും ചെയ്യേണ്ട. ഈ 1 ഇത് 3 ഈ ഡെൽറ്റ ടിയുടെ കൂടെ വരത്തില്ല റെസിപ്രോക്കൽ എടുക്കുമ്പോൾ. അപ്പം നെഗറ്റീവ് 1/3 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് H2 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് വരുന്നു. വിച്ച് വിൽ ബി ഈസ് ഈക്വൽ ടു പോസിറ്റീവ് 1/2 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് NH3 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് വരുന്നു കേട്ടോ. ഇങ്ങനെ വേണം എഴുതാനായിട്ട്. കാരണം ഇപ്പൊ ഇതെല്ലാം ഒരു മോളിക്യൂളിന്റെ ഇതിലോട്ട് മാറി. നമ്മൾ പറഞ്ഞില്ലേ, ഓരോ ആൾക്കാരുടെ കോൺസെൻട്രേഷനും ചേഞ്ച് ഇൻ കോൺസെൻട്രേഷനും ഈക്വൽ ആയിരിക്കും. അത് 10 റിയാക്റ്റന്റ് ഉണ്ടെങ്കിലും 10 പ്രോഡക്റ്റ് ഉണ്ടെങ്കിലും ഓരോ ആൾക്കാരുടെ ഈക്വൽ ആയിരിക്കും. പക്ഷേ ഓരോ മോളിക്യൂളിന്റെ ആയിരിക്കും ഈക്വൽ. അല്ലാതെ ഇപ്പം N2 1 മോളിക്യൂൾ ഉണ്ട്, H2 3 മോളിക്യൂൾ ഉണ്ട്. അപ്പൊ ഒരിക്കലും N2ന്റെ ഒരു N2 മോളിക്യൂളിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നത് ഒരിക്കലും
3 മോളിക്കൂൾ H2ന്റെ കുറയുന്നതിന്റെ റേറ്റുമായിട്ട് ഈക്വൽ ആവില്ല. അപ്പൊ അതിനെ ഒരു മോളിക്കൂളോട്ട് മാറ്റുമ്പോൾ ഡിവൈഡഡ് ബൈ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് ചെയ്തിരിക്കണം. മനസ്സിലായോ അലോണ? Yes, sir. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യാവൂ. ന്യൂമറിക്കൽ ചെയ്യുമ്പോഴും ഈ രീതിയിൽ തന്നെ ചെയ്താലേ നമുക്ക് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതൊന്നും ഓർത്ത് വെച്ചേക്കാം, അതൊന്ന് എഴുതിയെടുക്കും. നമുക്ക് 2-3 ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ 2-3 ക്വസ്റ്റ്യനും കൂടെ ചെയ്തേക്കാം. നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. നോക്കൂ. ഇൻ എ റിയാക്ഷൻ ഇത് ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ റിയാക്ഷൻ 2A gives P. ഇതാണ് റിയാക്ഷൻ തന്നിരിക്കുന്നത്. ദ കോൺസെൻട്രേഷൻ ഓഫ് A decreases from 0.5 mole per liter to 0.4 mole per liter in 10 minutes. Calculate rate. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പൊ റേറ്റിന്റെ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് റേറ്റ് ആർ ആവറേജ് ഡെൽറ്റ ഇട്ട് തന്നെ എഴുതാം. നോക്കിക്കോ. അപ്പം ആർ ആവറേജ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? നെഗറ്റീവ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ, ഡെൽറ്റ എ ആണ് ഇവിടെ തന്നിരിക്കുന്നത്, ഡിവൈഡ് ബൈ എന്താ? ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ആണ്. പക്ഷെ ഇവിടെ 2 കൂടെ ഉള്ളതുകൊണ്ട് നെഗറ്റീവ് 1/2 ഇൻറ്റു ഡെൽറ്റ എ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എടുക്കണം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താ? ഇവിടെ നമുക്ക് ഇത് എന്താണ് കോൺസെൻട്രേഷൻ ഒരെണ്ണത്തിന്റെ കണ്ടുപിടിച്ചാൽ മതി. കാരണം എന്താ? കാരണം ഇത് തന്നെ ആയിരിക്കും മറ്റേതിന്റെ. അപ്പം ഇതിന്റെ അളവ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു നോക്കിയോ, നെഗറ്റീവ് 1/2 ഇൻറ്റു ഡെൽറ്റ എ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ. അത് അവർ എത്ര 0.5 നിന്ന് 0.4 ആവുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫൈനൽ 0.4. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, 0.4 മൈനസ് 0.5 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ 10 മിനിറ്റ് ആണ്, 10 മിനിറ്റ്. നിങ്ങൾക്ക് ഈ മിനിറ്റ് ചെയ്യാം, പക്ഷെ യൂണിറ്റിൽ എഴുതുമ്പോഴും മിനിറ്റിൽ തന്നെ എഴുതണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ സെക്കൻഡിലാക്കി ചെയ്യാം. 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇത്ര സെക്കൻഡ് ആക്കി ചെയ്യാം. ഞാൻ 10 തന്നെ മിനിറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നെഗറ്റീവ് 1/2 ഇൻറ്റു 0.4 മൈനസ് 0.5 എന്ന് പറയുമ്പോഴത്തേക്കും നെഗറ്റീവ് 0.1 ആണ്, ഡിവൈഡ് ബൈ 10. അപ്പൊ നമുക്കറിയാം നെഗറ്റീവും പോസിറ്റീവ് ആയി. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ പോസിറ്റീവ് 0.1 ഡിവൈഡ് ബൈ 20 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? 1/200 എന്ന് വരും. 1/200 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ എത്ര? ഓൾമോസ്റ്റ് നമുക്കൊരു 0.005 എന്തെന്ന് വരാം? മോൾ ലിറ്റർ റേസ്റ്റ് മൈനസ് 1 മിനിറ്റ് റേസ്റ്റ് മൈനസ് 1 എന്ന് എഴുതാം. സെക്കൻഡിലോട്ട് മാറ്റിയാലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഡൗട്ടുള്ളവർ ചോദിക്കണം.
ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ശ്രീഹരിക്ക് ഈ കാര്യം മനസ്സിലാവുന്നുണ്ടോ? ശ്രീഹരി ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്നതൊക്കെ? ഉണ്ട്. ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയണം കേട്ടോ, അതൊരു പ്രശ്നമൊന്നും ഇല്ല, പറഞ്ഞു തരാം ഒന്നുകൂടെ. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ എഴുതി. ഞാൻ 2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യിപ്പിക്കാം, ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിക്കോ. ഡീകമ്പോസിഷൻ ഇത് എഴുതിയിട്ട് ഞാനൊരു 3 മിനിറ്റോ അല്ലെങ്കിൽ 4 മിനിറ്റോ സമയം തരാം, നിങ്ങൾ തന്നെത്താനെ ഒന്ന് ട്രൈ ചെയ്യണം, എന്നിട്ട് ഞാനിത് പറഞ്ഞു തരത്തുള്ളേ. ഡീകമ്പോസിഷൻ of N2O5 in CCl4 at 312 Kelvin has been studied by monitoring the concentration of N2O5 in the solution. Initially the concentration of N2O5 is 2.33 mole per liter, and after 104 minutes it is reduced to 2.02 mole per liter. Calculate the average rate of this reaction. Also calculate the rate of formation of NO2 during this period. ചില ക്വസ്റ്റിനകത്ത് റിയാക്ഷൻ തരില്ല കേട്ടോ, റിയാക്ഷൻ നമ്മൾ തന്നെ എടുത്ത് എഴുതേണ്ടി വരും. അപ്പം ബാലൻസിങ് ഒക്കെ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോയി. ഇപ്പൊ ഇതിനകത്ത് ആ റിയാക്ഷൻ തന്നിട്ടുണ്ട്. 2N2O5 എന്താക്കി മാറ്റുക, 4NO2ഉം അതേപോലെ തന്നെ O2 ആയിട്ട് മാറ്റുക. ഇതിന്റെ റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആരുടെ അളവാണോ തന്നിരിക്കുന്നത് അത് വെച്ച് മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഒന്ന് ചെയ്തേ. ഞാനൊരു 4 മിനിറ്റ് സമയം തരാം. ഇപ്പം 10:07 ആയി, 10:11 ആകുമ്പോൾ ക്വസ്റ്റ്യൻ. ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരാം, അപ്പോൾ അതുവരെ നിങ്ങൾ ഇതൊന്ന് ചെയ്തോളൂ. മറ്റേതൊക്കെ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക, നോക്കിയിട്ടൊന്ന് ചെയ്തു. ഒരു 4 മിനിറ്റ് ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരാം.
കുഞ്ഞുങ്ങളെ കിട്ടിയായിരുന്നോ? ആർക്കെങ്കിലും കിട്ടിയോ എന്ന് പറഞ്ഞേ. അഭിരാം കിട്ടിയായിരുന്നോ? അഭിരാം സർ. ഓക്കെ, എത്ര കിട്ടിയ ആൻസർ? ആവറേജ് റേറ്റ് 0.0014. 0.0014. ഓക്കെ, നമുക്കൊന്ന് ഒന്ന് ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിൽ കിടക്കുന്ന ആൻസർ വേറെ എന്തായാലും നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിയോ. അപ്പൊ നമ്മൾ ഇതിന്റെ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താ കാൽക്കുലേറ്റ് ആവറേജ് റേറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ. അപ്പൊ ഇവിടെ എന്തിന്റെ ചേഞ്ച് ആണ് തന്നിരിക്കുന്നത്? N2O5ന്റെ ചേഞ്ച് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാൻ R average is equal to negative 1/2 delta concentration of N2O5, change in concentration of N2O5 divided by delta T. This will be is equal to negative 1/2 into change in concentration of NO2 എന്ന് പറയുമ്പോഴത്തേക്കും എന്തിൽ നിന്ന് എന്താവുക ചെയ്യുന്നത്? 2.33 നിന്ന് 2.02. അപ്പം ഫൈനൽ എന്ന് പറയുമ്പോൾ 2.02 ആണ്, മൈനസ് 2.33 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ 104 മിനിറ്റ് ആണ്. അപ്പൊ 104 മിനിറ്റ് തന്നെയാണോ ചെയ്തത്? ആണോ അഭിരാമേ? കേട്ടില്ല. 104 മിനിറ്റ് തന്നെ മിനിറ്റ് ആയിരുന്നു. ഓക്കെ ഓക്കെ, മിനിറ്റ് ചെയ്യുമ്പോൾ okay, this will be equal to negative 1/2 into negative 0.31 divided by എത്രയാണ്? 104. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും പോസിറ്റീവ് ആവുന്നു. അപ്പം 0.31 divided by 208 എന്ന് വരുന്നു. എത്ര കിട്ടിയെന്നാ പറഞ്ഞേ? 0.0014. ഓക്കെ, കറക്റ്റ് ആണേ. ഓക്കെ, അപ്പം ഇത് ചെയ്യുമ്പോൾ 0.0014 എന്ന് കിട്ടും. അത്രയും എന്താണ്? റേറ്റ് ആണ്, മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ് പെർ മിനിറ്റ് ആണ് വരുന്നത്. അപ്പോൾ മോൾ ലിറ്റർ റേസ്റ്റ് -1, മിനിറ്റ് റേസ്റ്റ് -1 ആയിരിക്കും അതിന്റെ യൂണിറ്റ്. മോൾ ലിറ്റർ റേസ്റ്റ് -1, മിനിറ്റ് റേസ്റ്റ് -1 ആയിരിക്കും അതിന്റെ യൂണിറ്റ്. മോൾ ലിറ്റർ റേസ്റ്റ് -1, മിനിറ്റ് റേസ്റ്റ് -1 എന്ന് എഴുതണേ. മിനിറ്റ് റേസ്റ്റ് -1 എന്ന് എഴുതാം. ഇനി അതേപോലെ തന്നെ നമുക്ക് റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് NO2 കണ്ടുപിടിക്കണം. അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് NO2 എങ്ങനെ അതെങ്ങനെയാ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് NO2 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് NO2 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആ എല്ലാത്തിന്റെയും കൂടെ റേറ്റ് ഇക്വേഷൻ എടുത്ത് എഴുതുക. അതിനുവേണ്ടി ഞാനിത് ഇങ്ങനെ എഴുതുകയാണ്, നോക്കിക്കോളൂ. ഇവിടെ നോക്കിക്കോളൂ. അതായത് റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് NO2 എഴുതാൻ വേണ്ടി നമുക്കറിയാം എന്താണ്? negative 1/2 റേറ്റ് ഈസ് ഈക്വൽ ടു ഇല്ലേ? റേറ്റ് ഈസ് ഈക്വൽ ടു negative 1/2 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് N2O5 ഡിവൈഡ് ബൈ എന്താ? ഡെൽറ്റ ടി. ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു എന്താണ്? പോസിറ്റീവ് 1/4 കോൺസെൻട്രേഷൻ ഓഫ് എന്താണ്? ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് NO2 ഡിവൈഡ് ബൈ എന്താണ്? ഡെൽറ്റ ടി ആണ്, ആണല്ലോ. അപ്പൊ നമുക്ക് ആക്ച്വലി എന്താണ് ഇതിന്റെ അളവ് നമുക്കറിയാം. നമുക്ക് ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇത് മാത്രം കണ്ടുപിടിക്കണമെങ്കിൽ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, റേറ്റ് ഓഫ് ഫോർമേഷൻ. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4നെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇല്ലേ? എത്ര കിട്ടിയത് അഭിരാമിന്? 0.0056. അതെങ്ങനെയാ 0.0056? ഓക്കെ ഓക്കെ, കറക്റ്റാ. 14 into 4 അല്ലേ? ഓക്കെ, 0.1. ഓക്കെ, അപ്പൊ ഇതിന്റെ വാല്യൂ, ഇതിന്റെ മൊത്തത്തിലുള്ള വാല്യൂ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. എന്താ അതിന്റെ മൊത്തത്തിലുള്ള വാല്യൂ എത്ര കിട്ടിയിരിക്കുന്നത്? അതിന്റെ മൊത്തത്തിലുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എത്രയാ? 0. ഇവിടെ അതിപ്പം ഇത് ഇടണ്ട. അപ്പൊ ഇതിന്റെ മൊത്തത്തിലുള്ള വാല്യൂ 0.0014 ഈക്വൽ ടു എന്താ? 1/4 ഇൻറ്റു എന്താ? കോൺസെൻട്രേഷൻ ഓഫ് NO2 ആണ് വരേണ്ടത് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. നമുക്ക് ഇതാ കണ്ടുപിടിക്കേണ്ടത്.
ഒരു മോളിക്യൂളിന്റെ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ 4 മോളിക്യൂളിന്റെ ഇതിപ്പോ സോറി 4 മോളിക്യൂളിന്റെ കണ്ടുപിടിക്കേണ്ടത്. കാരണം മൊത്തം എത്ര ഉണ്ടായി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിപ്പം ഒരു മോളിക്യൂൾ, ഇത് മൊത്തം നോക്കുവാണെങ്കിൽ ഒരു മോളിക്യൂളിന്റെ ഉള്ളൂ. 4 മോളിക്യൂളിന്റെ കണ്ടുപിടിക്കണ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 into 0.0014 ഈക്വൽ എന്താ, റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് എന്താണ് NO2 കിട്ടും അല്ലേ. അപ്പൊ ഇത് ചെയ്യുമ്പോഴാണ് 14 into 4 16 1 5 6 0 0 കണ്ടോ, ഇതായിരിക്കും അത്രയും മോൾ ലിറ്റർ റേസ്റ്റ് മൈനസ് 1 മിനിറ്റ് റേസ്റ്റ് മൈനസ് 1 ആയിരിക്കും. ഇത്രയുമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് തീർന്നു, ഇതോടുകൂടി ഫസ്റ്റ് പാർട്ട് തീർന്നു. ഇനിയിപ്പോ നമുക്ക് അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടിലോട്ട് കയറുകയാണ്. അപ്പൊ നമുക്കൊരു 3 പാർട്ടായിട്ടാണ് ഇത് പഠിക്കാൻ പോകുന്നത്. ഇതിനകത്ത് പെട്ടെന്ന് തീരും കേട്ടോ, നമുക്ക് വലിയ ഇത് കണ്ടന്റ് ഒന്നും ഇല്ലാത്ത ഒരു ചാപ്റ്റർ ആണ്, പെട്ടെന്ന് പഠിപ്പിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്നാ പിന്നെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ നടത്താം.